സുബ്ഹാനഹു വ തആല നമ്മൾ ഈ പരിശുദ്ധമായ ദിനത്തിൽ നിർവഹിക്കുന്ന മുഴുവൻ അമലുകളും നമ്മിൽ നിന്ന് സ്വീകരിച്ച് അനുഗ്രഹിക്കട്ടെ. പോരായ്മകൾ പരിഹരിച്ച് മുത്തഖീങ്ങളിൽ ഉൾപ്പെടാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. പ്രിയമുള്ളവരെ, ഇന്ന് ഈ പെരുന്നാൾ ദിവസം നമ്മുടെ പള്ളിയുടെ പുറത്ത് നടക്കുന്ന പിരിവിലെ പാവപ്പെട്ട ധാരാളം രോഗികൾക്കും മറ്റുമൊക്കെ സഹായങ്ങൾ നൽകുന്ന നമുക്കടുത്തുള്ള വളരെ പ്രസിദ്ധമായ ജീവകാരുണ്യ പ്രവർത്തനങ്ങളുടെ കേന്ദ്രമാണ് തിരുവല്ലയിലെ CS സെന്റർ. അതിന്റെ പുതിയ പ്രവർത്തനങ്ങളൊക്കെ നിങ്ങൾക്കറിയാം. ക്യാൻസർ രോഗികളായ അതുപോലെ ഗണിത സംബന്ധമായ രോഗികളായ ആളുകൾക്ക് വലിയ സഹായങ്ങൾ നൽകുന്ന ഒരു പദ്ധതിയാണ്. അതിനുവേണ്ടി നിങ്ങൾ എല്ലാവരും ഉത്തരവാദപ്പെട്ട ആളുകൾ പള്ളിയുടെ പുറത്തുണ്ടാകും. അവരെ സഹായിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം, ഉദുഹിയത്തിലേക്ക് ഓഹരി ചേർന്ന ആളുകൾ അതുമായി ബന്ധപ്പെട്ട നിർണയം നടത്തുന്നതിനും നെയ്യത്തിൽ കരുതുന്നതിനും അതുപോലെ അവരെ ഏൽപ്പിക്കുന്നതിനുമൊക്കെയായി ഇന്ന് അസറിന് ശേഷം പള്ളിയിൽ എത്തിച്ചേരണം. നമ്മുടെ പള്ളിയുടെ പരിസരത്ത് നടത്തുന്ന ആ ഭാഗത്തേക്ക് എല്ലാവരും എത്തിച്ചേരണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹുവിന്റെ എല്ലാ പ്രവർത്തനങ്ങളെയും സ്വീകരിച്ച് അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ബഹുമാനമുള്ള മുഅ്മിനീങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ജീവിതത്തിൽ വളരെ പവിത്രമായി നമുക്ക് ഒരു വലിയ പെരുന്നാൾ കൂടി അനുഭവിക്കുവാനും ആഘോഷിക്കുവാനുമുള്ള അവസരം നൽകിയിരിക്കുകയാണ്. ഇത് പരിശുദ്ധ ദീനിലെ ഏറ്റവും പ്രധാനപ്പെട്ട സന്തോഷ സുദിനങ്ങളാണ്. റസൂലുള്ളാഹി അലൈഹി വസല്ലം ഈ ദിവസങ്ങളിൽ നിങ്ങൾ ഒരു ഭാഗത്തിനും സങ്കടത്തിന്റെയോ കണ്ണീരിന്റെയോ വ്യസനത്തിന്റെയോ വാർത്തകളോ കാഴ്ചകളോ കാണരുത് എന്ന് ഒരു കണിശമായ നിർബന്ധം റസൂലുള്ളാഹി അലൈഹി വസല്ലം എപ്പോഴും പുലർത്തിയിരുന്നു. പെരുന്നാൾ ദിവസങ്ങളിൽ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറയാണ്, പെരുന്നാൾ ദിവസങ്ങളിൽ അന്ന് മദീനക്കാരായ ആളുകളുടെ സന്തോഷവേളകളാണ്. പ്രത്യേകിച്ച് നമ്മുടെ കുട്ടികളുമായി, കുടുംബങ്ങളുമായി, ബന്ധപ്പെട്ടവരുമായി, ഉറ്റവരുമായി ഒക്കെ സന്തോഷങ്ങൾ പങ്കിടേണ്ട ദിവസമാണ്. ആ ദിവസങ്ങളിൽ മദീനയിലെ കുട്ടികൾ അവിടെ തെരുവുകളിൽ ഒരുമിച്ച് കൂടിയിരുന്നവർ സാമ്പ്രദായികമായ ആസ്വാദന കളികളിൽ ഏർപ്പെടാറുണ്ടായി. അങ്ങനെയുള്ള കളികൾ ഏർപ്പെടുമ്പോൾ റസൂലുള്ളാഹി അലൈഹി വസല്ലം തങ്ങളുടെ തോളിൽ ഇങ്ങനെ തലവെച്ച് ഞാൻ ആ കളികൾ കാണാറുണ്ടായിരുന്നു എന്ന് മഹതിയായ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പഠിപ്പിക്കുന്ന ഹദീസിൽ കാണാം. ഇത് സന്തോഷത്തിന്റെ സുദിനമാണ്. ഇത് ഫറഹിന്റെ സുദിനമാണ്. ഏതൊക്കെ രീതിയിലാണോ നമുക്ക് സന്തോഷം മുഅ്മിനീങ്ങളുടെ ഖൽബിലേക്ക് ഇട്ടുകൊടുക്കാൻ കഴിയുന്നത് എങ്കിൽ അതിനുവേണ്ടിയൊക്കെ അവസരം തെരഞ്ഞുപിടിച്ചതിനു വേണ്ടി മാറ്റിവെക്കേണ്ട ദിവസമാണ്. ഇന്നത്തെ ഖുതുബയിൽ ഓതി കേൾപ്പിച്ചതുപോലെ നമ്മുടെ പരസ്പരമുള്ള കുടുംബ ബന്ധങ്ങൾ വിളക്കി ചേർത്തുകൊണ്ട് അതുപോലെ മറ്റുള്ളവർക്ക് നിരാലംബരായ ആളുകൾക്ക് ആശ്രയം നൽകിക്കൊണ്ട് രോഗികളെ സന്ദർശിച്ചുകൊണ്ട് അതുപോലെ പാവപ്പെട്ടവർക്ക് ഭക്ഷണം നൽകിക്കൊണ്ട് ഒരാളെ വിഷമിക്കുന്ന സങ്കടപ്പെടുന്ന പ്രയാസപ്പെടുന്ന ഒരു സ്ഥിതി നമ്മുടെ ഈ ദിവസത്തിൽ ഇനിയുള്ള ഈ 4 ദിവസങ്ങളിൽ നമുക്കുണ്ടാകാൻ പാടില്ല. ഈ 4 ദിവസങ്ങളിലും നിസ്കാരങ്ങൾക്ക് ശേഷം അത് ഫർദ് നിസ്കാരമാണെങ്കിലും സുന്നത്ത് നിസ്കാരമാണെങ്കിലും അല്ലാഹുവിന്റെ നിസ്കാരമാണെങ്കിലും ആ നിസ്കാരങ്ങൾ കഴിഞ്ഞ ഉടനെയൊക്കെ 3 തവണ തക്ബീർ ചൊല്ലൽ സുന്നത്താണ്. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. അല്ലാഹുവിന്റെ മഹാത്മ്യത്തെ വിളിച്ചറിയിച്ചുകൊണ്ട് അതിനെക്കുറിച്ചുള്ള ഓർമ്മകളിലായി ജീവിക്കേണ്ട ദിവസങ്ങളാണിത്. സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ജീവിതത്തിലേക്ക് അല്ലാഹു നൽകിയ ഏറ്റവും പ്രധാനപ്പെട്ട അനുഗ്രഹം എന്ന് പറയുന്നത് കൃത്യമായ ഹിദായത്തിന്റെ ദിശയാണ്, നിർണയമാണ്. ലോകത്ത് 700 കോടി മനുഷ്യരുണ്ട്. ആ മനുഷ്യരെല്ലാം അവരുടെ ജീവിതത്തിൽ ഭൂമിയിൽ ജീവിക്കാൻ തുടങ്ങി സ്വയം ആലോചിക്കാൻ ആഗ്രഹിക്കുന്ന സമയത്ത്, സ്വബോധം വരുന്ന സമയത്ത്, വലുതൈവം പ്രായപൂർത്തിയും എത്തുന്ന സമയത്ത് എല്ലാവരും ആലോചിക്കുന്ന കാര്യമാണ്, ഞാൻ എന്തിനാണ് ഇവിടെ വന്നത്? എന്റെ പണിയുണ്ട്, ഞാൻ ഉദ്ദേശിക്കുന്ന പോലെയൊന്നും കാര്യങ്ങൾ നടക്കുന്നില്ല, എല്ലായിടത്തും പ്രതിസന്ധികളും തടസ്സങ്ങളുമാണ്. എന്റെ ജീവിതത്തിന്റെ ഉദ്യമത്തിന്റെ നിയോഗത്തിന്റെ ലക്ഷ്യമെന്താണ്? ഭൂമിയിലെ 700 കോടി മനുഷ്യരും അവരവരോട് ചോദിക്കുന്ന ചോദ്യമാണ്. ആ ചോദ്യത്തിന്റെ ഉത്തരം കണ്ടെത്താൻ കഴിയുക എന്നതാണ് ഒരു മനുഷ്യന്റെ ഭൂമിയിലെ ഒന്നാമത്തെ സമാധാനം എന്ന് പറയുന്നത്. ആ സമാധാനത്തെ നമ്മൾ ആലോചിച്ചു നോക്കുക. നമ്മുടെ നാട്ടിലുള്ള ചുറ്റുഭാഗത്തുള്ള ആളുകളോട് പരസ്പരമുള്ള സംസാരത്തിൽ എന്തിനു വേണ്ടി ജീവിക്കുന്നു എന്ന് ചോദിച്ചാൽ അവർക്ക് പറയാൻ സാധ്യമാകുന്ന ഉത്തരമല്ല. ഞാൻ എന്തിനു വേണ്ടിയാണ് നമ്മളൊക്കെ ഭൂമിയിൽ ജീവിക്കുന്നത്? ആ ചോദ്യത്തിന്റെ ഉത്തരമായി പൊതുവിൽ ലോകത്ത് നമ്മൾ പറഞ്ഞു കേൾക്കുന്നത്
നിങ്ങൾ ആസ്വദിക്കൂ എന്നാണ്, നിങ്ങൾ ആനന്ദിക്കൂ എന്നാണ്. ആസ്വാദനമാണ് ജീവിതത്തിന്റെ ലക്ഷ്യമെന്ന്, ആനന്ദമാണ് ജീവിതത്തിന്റെ ലക്ഷ്യമെന്ന് വിളിച്ചു പറയുന്ന ഒരു ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. അതിനോട് നമ്മൾ തിരിച്ചു ചോദിക്കണം, ഇനി ഒരിക്കലും ഭൂമിയിൽ ആസ്വദിക്കാൻ കഴിയില്ല എന്ന് ഉറപ്പിക്കപ്പെട്ട എത്ര മനുഷ്യർ നമുക്കിടയിലുണ്ട്? നിത്യരോഗികളായ ആളുകളുണ്ട്, ജന്മന അംഗവൈകല്യം ബാധിച്ചവരുണ്ട്, ബുദ്ധിമാന്ദ്യം സംഭവിച്ചവരുണ്ട്, ശാരീരികമായും മാനസികമായും ഒക്കെയുള്ള സംഘർഷങ്ങളിൽപ്പെട്ട് ഇനി ഒരിക്കലും അതിജീവിക്കില്ല എന്ന് ഉറപ്പുള്ള അനേകം മനുഷ്യർക്കിടയിലാണ് നമ്മൾ ജീവിക്കുന്നത്. ആ മനുഷ്യർക്ക് മുമ്പിൽ ആസ്വാദനമാണ് ജീവിതത്തിന്റെ ലക്ഷ്യമെങ്കിൽ അവരോട് പറയാവുന്ന മറുപടി എന്താണ്? എല്ലാവർക്കും 700 കോടി മനുഷ്യർക്കും ഒരുപോലെ സാധ്യമാകുന്ന ഒരു കാര്യമാകട്ടെ ഭൂമിയിലെ മനുഷ്യന്റെ ലക്ഷ്യം. ഒരു വിദ്യാലയത്തിൽ പഠിക്കുന്ന 100 കുട്ടികളുണ്ടെങ്കിൽ ആ 100 കുട്ടികളോട് നമ്മൾ പോയി ചോദിക്കുന്നു, നിങ്ങളുടെ ലക്ഷ്യം എന്താണെന്ന് ചോദിച്ചാൽ എല്ലാവരും പറയും പഠനമാണ് എന്റെ ലക്ഷ്യമെന്ന്. എന്താ കാരണം? അവിടെയുള്ള 100 കുട്ടികൾക്കും പഠനം സാധ്യമാകുന്നു എന്നതുകൊണ്ടാണ്. അതിലെ 50 കുട്ടികൾക്ക് എല്ലാ ദിവസവും അവർ വരാന്തയിലോ പുറത്തോ അല്ലെങ്കിൽ മറ്റെവിടെയെങ്കിലുമാണ് പഠനം നടക്കുന്നില്ലെങ്കിൽ അവരുടെ ലക്ഷ്യം പൂർത്തീകരിക്കപ്പെടുന്നില്ല. 100 പേർക്കും ഒരുപോലെ സാധ്യമാകുന്ന ഒരു ഉത്തരമായിരിക്കണം ലക്ഷ്യം എന്ന് പറയുന്നത്. എങ്കിൽ ഭൂമിയിൽ ജീവിക്കുന്ന മനുഷ്യന്റെ ലക്ഷ്യം 700 കോടി മനുഷ്യർക്കും ഒരുപോലെ സാധ്യമാകുന്ന ഒന്നായിരിക്കണം. ഈ ഭൂമിയിൽ 700 കോടി പേർക്കും ഒരുപോലെ ഒരു കുറവുമില്ലാതെ സാധ്യമാകുന്ന ഒന്നാണോ ആസ്വാദനം എന്ന് പറയുന്നത്, ആനന്ദം എന്ന് പറയുന്നത്? നമ്മുടെ നാടുകളിൽ 2 മണിക്കൂർ AC റൂമിൽ ഇരുന്ന് ലക്ഷങ്ങൾ സമ്പാദിക്കുന്ന ആളുകളുണ്ട്. എന്നാൽ 2-3 ആഴ്ചകൾ ആഴക്കടലിലേക്ക് മത്സ്യബന്ധനത്തിന് പോയി കുടുംബവുമായി ഒരു ബന്ധവുമില്ലാതെ കടൽ കാറ്റേറ്റ് വാടിപ്പോകുന്ന മനുഷ്യരുമുണ്ട്. രണ്ടുപേരുടെയും ആസ്വാദനം ഒരുപോലെയാണോ? നമ്മൾ ആശുപത്രിയിൽ പോയി നോക്കിയാൽ അവിടെ വാടിൽ കിടക്കുന്ന അനേകം മനുഷ്യരുണ്ട്. അവരുടെ ഉള്ളിലും ജീവനുണ്ട്. അവർ ശരീരവാസങ്ങൾ തകർന്നു പോയ മനുഷ്യരുടെയുണ്ട്. അവരോട് പോയി നിങ്ങൾ ആസ്വദിക്കൂ എന്ന് പറഞ്ഞാൽ അത് എത്രമാത്രം ക്രൂരമാണ്, പൈശാചികമാണ്. ലോകത്ത് എത്ര മനുഷ്യർക്കാണ് ഈ ആസ്വാദനം സാധ്യമാവുക? നമ്മൾ ഇന്ന് ഫലസ്തീനികൾക്ക് വേണ്ടി ദുആ ചെയ്തു. റഫയിലെ ചെറിയ ഫലസ്തീൻ എന്ന് പറയുന്ന വിശാലമായ പ്രദേശത്തെ പാവപ്പെട്ട മനുഷ്യരെ റഫ എന്ന് പറയുന്ന ചെറിയ അതിർത്തിയിലേക്ക് അവർ ഒരുമിച്ച് കൂട്ടി. അവർക്ക് മുകളിൽ ബോംബ് വർഷിക്കുന്ന കാഴ്ചകൾ, എത്ര വേദനാജനകമായ കാഴ്ചകളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒരു പ്രിയപ്പെട്ട അറബി സുഹൃത്ത്, ഫലസ്തീനുകാരനായ സുഹൃത്ത്, അദ്ദേഹത്തിന്റെ അടുത്ത് പങ്കുവച്ചിരുന്ന ഒരു വാർത്ത കണ്ടു. അദ്ദേഹത്തിന്റെ ഭാര്യ പ്രസവിച്ച ഭാര്യയ്ക്ക് ആശ്വാസകരമായിട്ട് എന്തെങ്കിലും ഒരു ഭക്ഷണം വാങ്ങി കൊടുക്കണമെന്ന് കരുതി പോയപ്പോ അദ്ദേഹത്തിന് അതിലേക്ക് കയ്യിൽ കിട്ടിയത് ഒരു പാത്രത്തിൽ ഏതാനും അരിമണികളും ഒരു വേദിക്കാത്ത മാംസത്തിന്റെ കഷ്ണവുമാണ്. $80 ഞാൻ ഇതിനു വേണ്ടി വില കൊടുത്തത് എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. ഞാൻ എന്റെ ഉപ്പയും എന്റെ സഹോദരങ്ങളും കൂടി വീട്ടിൽ ഇറങ്ങി കുറച്ചു കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങി വരുമ്പോൾ കാണുന്ന കാഴ്ച, ഞങ്ങൾ ഉണ്ടാക്കിയ ഭവനം നിലം പൊത്തിയ കാഴ്ചയാണ് കാണുന്നത് പറഞ്ഞ് അതിന്റെ ചിത്രം അയാൾ ഫേസ്ബുക്കിൽ ഇട്ടിരുന്നു. ഒരു ദിവസം അയാൾ ഫേസ്ബുക്കിലൂടെ പറഞ്ഞു, ഇന്ന് ഞാനും എന്റെ ഉപ്പയും എന്റെ സഹോദരനും 3 വഴികളിലേക്ക് തിരിഞ്ഞു പോയിട്ടുണ്ട്. ഓരോരുത്തരും അവരവരുടെ സൗകര്യങ്ങൾ തേടിപ്പോയതാണ്. ഞങ്ങൾ ഇനി എന്നു മുതൽ കണ്ടുമുട്ടുമെന്ന് ആർക്കും അറിയില്ല. ഈ കഷ്ടപ്പാടുകൾ, വേദനകൾ അറിയുന്ന കഴിഞ്ഞ ഡിസംബർ ജനുവരി മാസത്തിൽ അവിടുത്തെ തണുപ്പ് 6 ഡിഗ്രിയും 7 ഡിഗ്രിയും ഒക്കെയാണ്. ആ തണുപ്പിൽ ഒരു മേൽക്കൂരയും ഇല്ലാതെ, ധരിക്കാൻ ഒരു വസ്ത്രം പോലും ഇല്ലാതെ കഷ്ടപ്പെടുന്ന മനുഷ്യരോട് പോയി നിങ്ങളുടെ ആസ്വാദനമാണ് ജീവിതത്തിന്റെ ലക്ഷ്യമെന്ന് പറഞ്ഞാൽ അത് എത്രമാത്രം പൈശാചികമാണ്. അതുകൊണ്ട് ലോകത്ത് 700 കോടി മനുഷ്യർക്കും ഒരുപോലെ സാധ്യമാകുന്ന ഒരു ഉത്തരത്തെ കുറിച്ച് ലോകത്തിന് പറയാൻ സാധ്യമല്ല. ആർക്കാണ് പറയാൻ കഴിയുക? ആസ്വാദനം എന്നത് കഴിവുള്ളവന്റെ കഴിവുള്ള സമയത്ത് മാത്രം സാധ്യമാകുന്ന ഒന്നാണ്. എന്നാൽ മനുഷ്യന്റെ പ്രാഥമികമായ ഒരു ചോദ്യമാണത്. എന്റെ ലക്ഷ്യം ഇവിടെ എന്ത് എന്ന ചോദ്യത്തിന് 700 കോടി മനുഷ്യർക്കും ഒരുപോലെ സാധ്യമാകുന്ന ഒരു ഉത്തരത്തെ കുറിച്ച് പരിചയപ്പെടുത്തിയത് അല്ലാഹുവിന്റെ പരിശുദ്ധ ഇസ്ലാം മാത്രമാണ്. നിങ്ങളുടെ ഭൂമിയിലെ ഉദ്യമം എന്താണ്? നിങ്ങളുടെ ലക്ഷ്യം എന്താണ്? നിങ്ങൾ ഭൂമിയിൽ ഏറ്റവും മികച്ച അബ്ദാവുക, അല്ലാഹുവിന്റെ അബ്ദാവുക, ഉഅ്ബുദു റബ്ബക്കും, നിങ്ങളെ പരിപാലിക്കുന്ന റബ്ബിന്റെ അടിമയാവുക. ഇതിന് മാത്രമാണ് 700 കോടി മനുഷ്യർക്കും ഒരുപോലെ സാധ്യമാകുന്നത്. എന്തുകൊണ്ടാണ്? ആഴക്കടലിൽ മത്സ്യബന്ധനത്തിന് പോയ സഹോദരനും ICUവിൽ മരണത്തെ മുഖാമുഖം കണ്ട് കിടക്കുന്നയാൾക്കും ഒരുപക്ഷെ AC റൂമിൽ ഇരിക്കുന്നവരെക്കാൾ കൂടുതൽ ഈ ലക്ഷ്യത്തിൽ മുന്നേറാൻ സാധ്യമായെന്ന് വരാം. ഉറപ്പാണല്ലോ ഇവിടെ കൂടിയിരിക്കുന്ന നമ്മളെക്കാൾ തഖ്വയും ഈമാനും ഭക്തിയും കൂടി ആ ലക്ഷ്യബോധത്തിലേക്ക് കൂടുതൽ അടുത്തവരാണ്. ഈ പെരുന്നാൾ ദിവസത്തിൽ പോലും വാടിയ മുഖവുമായി ഫലസ്തീനിൽ ഒരുമിച്ച് കൂടിയ പാവപ്പെട്ട മനുഷ്യർ, അവർ നമ്മളെക്കാൾ ഈ ലക്ഷ്യത്തിന് മുന്നിലാണ്. അവിടെയുള്ള മാനദണ്ഡം പണമല്ല,
ലോകത്ത് മനുഷ്യന്റെ ക്വാളിറ്റി നിർണ്ണയിക്കുന്ന മാനദണ്ഡം പണമാകാൻ പാടില്ല. അതാണെങ്കിൽ അത് അനീതിയാണ്. ലോകത്തിൽ മനുഷ്യന്റെ ക്വാളിറ്റി നിർണ്ണയിക്കുന്ന ഘടകം സമ്പത്തോ ആരോഗ്യമോ വിദ്യാഭ്യാസമോ ഒന്നുമാകാൻ പാടില്ല. ആണെങ്കിൽ അത് അനീതിയാണ്. ലോകത്ത് മനുഷ്യന്റെ യോഗ്യത നിർണ്ണയിക്കുന്ന കാര്യം എല്ലാവർക്കും ഒരുപോലെ വിതരണം ചെയ്യപ്പെട്ട മാനദണ്ഡത്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കണം. ഒരുപോലെ വിതരണം ചെയ്യപ്പെട്ട മാനദണ്ഡങ്ങൾ ഇവിടെ എന്താണ്? നമുക്കും വാസയിലെ പാവപ്പെട്ട കുഞ്ഞുങ്ങൾക്കും ഐസിയുവിൽ കിടക്കുന്ന സഹോദരനും ഒക്കെ ഒരുപോലെ വിതരണം ചെയ്യപ്പെട്ടത് 24 മണിക്കൂറാണ്. ഒരുപോലെ വിതരണം ചെയ്യപ്പെട്ടത് റൂഹ് എന്ന് പറയുന്ന ജീവൻ എന്ന് പറയുന്ന ഒരു സത്തയാണ്. ഒരുപോലെ വിതരണം ചെയ്യപ്പെട്ടത് വിവേകം എന്ന് പറയുന്ന ബോധ്യമാണ്. ഇതുള്ള മനുഷ്യർക്ക് ഇതിനെ മാത്രം മാനദണ്ഡമായിട്ടായിരിക്കണം അവന് ലക്ഷ്യം നിർണ്ണയിക്കപ്പെടേണ്ടത്. അങ്ങനെ ഒരു ലക്ഷ്യത്തെ പരിചയപ്പെടുത്താൻ ലോകത്ത് ആകാശത്തിന്റെ ഭൂമിയിൽ, ആകാശത്തിന്റെ താഴെ, ഭൂമിക്ക് മുകളിലായി പരിശുദ്ധ ദീനിന് മാത്രമേ സാധ്യമായിട്ടുള്ളൂ. അതുകൊണ്ടാണ് പറഞ്ഞത് വമാ ഖലഖതുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ. നിങ്ങൾക്ക് അതിനെ കഴിയൂ, നിങ്ങൾക്ക് അബുദാകാനേ കഴിയൂ, നിങ്ങൾക്ക് അല്ലാഹുവിന്റെ അടിമയാകാനേ കഴിയൂ. നിങ്ങൾക്ക് ഒരിക്കലും നിങ്ങൾ ഇഷ്ടപ്പെടുന്ന പോലെ സഞ്ചരിക്കാൻ കഴിയില്ല. എന്തുകൊണ്ടാണ്? ഭൂമിയിലെ മുഴുവൻ മനുഷ്യരും വിശ്വാസികളാകട്ടെ വിശ്വാസികളല്ലാതിരിക്കട്ടെ 700 കോടി മനുഷ്യരും ഒരുപോലെ അംഗീകരിക്കുന്ന കാര്യങ്ങളുണ്ട്. എന്റെ ജീവിതത്തിന്റെ 99% കാര്യങ്ങളിലും എനിക്കൊരു നിർണയമില്ല, എനിക്കൊരു തീരുമാനമില്ല. ഞാൻ എവിടെ ജനിക്കണമെന്ന്, എവിടെ ജീവിക്കണമെന്ന്, ഏതു കാലത്ത് ജനിക്കണമെന്ന്, ഏത് ഉമ്മാന്റെ ഉദരത്തിലാകണമെന്ന്, ഏത് ഉമ്മാന്റെ അണ്ടമാകണമെന്ന് തീരുമാനിക്കാൻ എന്നെ കൊണ്ട് കഴിയില്ല. ഞാൻ ഇവിടെ എത്ര കാലം ജീവിക്കണമെന്ന് തീരുമാനിക്കാൻ എന്നെ കൊണ്ട് കഴിയില്ല. എന്റെ ആരോഗ്യശേഷി എത്രയുണ്ടാകണമെന്ന് തീരുമാനിക്കാനും കഴിയില്ല. ഇതൊന്നും എന്നെ കൊണ്ട് കഴിയില്ലെങ്കിൽ, പ്രാഥമികമായി മനുഷ്യരുണ്ടായിരിക്കേണ്ട കാര്യങ്ങളൊന്നും തീരുമാനിക്കാൻ നമ്മളെ കൊണ്ട് കഴിയില്ലെങ്കിൽ, പിന്നെ ദൈനംദിന ജീവിതത്തിന്റെ ഏതാനും ചില സംഗതികൾ മാത്രം ഞാൻ തീരുമാനിക്കുന്നതിൽ അർത്ഥമാവുന്നത്. അവിടെ ബുദ്ധിപരമായ ഉത്തരം എന്താണ്? മേൽ പറയപ്പെട്ട എന്റെ 99%ന്റെയും നിയന്ത്രണം ഏറ്റെടുത്തവൻ ആരാണോ അവനെ ബാക്കി 1% കൂടി ഏൽപ്പിക്കുക എന്നതല്ലേ ഭൂമിയിലെ ഏറ്റവും മികച്ച ബുദ്ധിപരമായ ഉത്തരം. ആ ഉത്തരത്തെ സ്വീകരിച്ചവരാണ് വിശ്വാസികൾ. അവർക്ക് മാത്രമേ അതിന്റെ സാധ്യമാവുകയുള്ളൂ. അതുകൊണ്ടാണ് ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം ഈ ഭൂമിയിലെ ഒരു മനുഷ്യനും ജനങ്ങൾ മുഴുവൻ ഒത്തുകൂടിയായും രക്ഷപ്പെടുത്താൻ സാധ്യമാകാത്ത അഗ്നികുണ്ഡാരത്തിലേക്ക് എറിയപ്പെടുന്ന നേരത്ത് ഒരു സങ്കോചവും ഇല്ലാതെ പറഞ്ഞു വെച്ചത് ഹസ്ബുനല്ലാഹു വ നിഅമൽ വകീൽ, എനിക്കെന്റെ റബ്ബ് മതി. കാരണം എന്നെ സൃഷ്ടിച്ചത് റബ്ബാണ് എന്ന് മാത്രമല്ല, ഞാൻ എറിയപ്പെടുന്ന തീരെ പടച്ചതും അല്ലാഹുവാണ്, എന്നെ എറിയുന്ന നമൂദിനെ പടച്ചതും അല്ലാഹുവാണ്. ആ അല്ലാഹുവിനല്ലാതെ എന്റെ കാര്യത്തിൽ ഒരു തീരുമാനം കണ്ടെത്താൻ കഴിയില്ല. അവൻ ആഗ്രഹിക്കുന്നത് ഞാൻ ഇപ്പോൾ ഈ തീയിൽ കിടന്ന് വെന്തു വെണ്ണീറാകണമെന്നാണെങ്കിൽ അത് ഞാൻ സ്വീകരിക്കണം. എന്തുകൊണ്ട്? എന്നോട് ചോദിക്കാതെ, എനിക്ക് ഇഷ്ടപ്പെടുന്ന സമയം നോക്കാതെ, എനിക്ക് ഇഷ്ടപ്പെടുന്ന സ്ഥലം തീരുമാനിക്കാതെ എന്റെ ഭൂമിയിലേക്ക് പറഞ്ഞയച്ച അല്ലാഹുവിനെ എന്തുകൊണ്ട് അവൻ ഇഷ്ടപ്പെടുന്ന നേരത്ത് എന്റെ ജീവിതം എടുത്തുകൂടാ? അത് അല്ലാഹു തീരുമാനിക്കട്ടെ. പക്ഷെ ആ റബ്ബിന്റെ മുകളിലെല്ലാം നമൂദിന്റെ തീയിൽ ഈ ഖൽബിൽ ഈമാൻ ഉണ്ടായപ്പോൾ സംഭവിച്ച കാര്യം എന്താണ്? വിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. കാര്യങ്ങൾ കീഴ്മൽ പറഞ്ഞു. തീയിനെ പടച്ച ആരാണോ, തീയിനോട് ചൂടാകണമെന്ന് പറഞ്ഞത് ആരാണോ, അത് അല്ലാഹു തന്നെ തീയിനോട് പറഞ്ഞു, യാ നാറു കുനി വറദൻ വസലാമൻ അലാ ഇബ്രാഹിം. ഇബ്രാഹിമിനെ തണുപ്പായി മാറണം. അങ്ങനെ പറയാൻ കഴിയുന്ന ഒരൊറ്റ ശക്തിയേ ഉള്ളൂ. ആ ശക്തിയാണ് അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം. അതാണ് മുഅ്മിനിന്റെ വിശ്വാസം. ഈ മുഅ്മിനല്ലാതെ ആർക്കാണ് പിന്നെ ഹൃദയത്തിൽ സമാധാനം ഉണ്ടാവുക? ലോകത്തിൽ മനുഷ്യന്റെ പ്രാഥമികമായ ജൈവികമായ ആവശ്യമാണ് സമാധാനം. ആ സമാധാനം തന്നെ ലോകത്തിൽ എന്തിനാണ് സാധ്യമാവുക? ആളുകൾക്ക് ടെൻഷൻ ഉണ്ടാകുന്നത് ഞാൻ ഉദ്ദേശിച്ചതുപോലെ കാര്യങ്ങൾ നടക്കാതെ വരുമ്പോഴാണ്, എന്റെ തീരുമാനങ്ങൾ നടപ്പിലാക്കാതെ വരുമ്പോഴാണ്. ഒരു കാര്യത്തിലും 99 കാര്യങ്ങളിലും എന്റെ തീരുമാനം നടക്കുന്നില്ലെങ്കിൽ 1% കാര്യത്തിൽ മാത്രം ഞാൻ എന്റെ തീരുമാനത്തെ ആശ്രയിക്കുന്നത് മണ്ടത്തരമാണ്. ആ കാര്യവും അല്ലാഹുവിനെ ഏൽപ്പിക്കുക. അതുകൊണ്ടാണ് മനുഷ്യന്റെ ദൈനംദിന ജീവിതത്തിലെ ഏതു കാര്യങ്ങളിലേക്ക് പ്രവേശിക്കുമ്പോഴും നിങ്ങൾ ദിക്ർ ചൊല്ലി പ്രവേശിക്കൂ എന്ന് പറയുന്നത്. ഉണർച്ച മുതൽ ഉറക്കം വരെ, എഴുന്നേറ്റാൽ, ബാത്റൂമിലേക്ക് പോകുമ്പോൾ, വരുമ്പോൾ, ഭക്ഷണം കഴിക്കുമ്പോൾ, വാഹനം കയറുമ്പോൾ, പുറത്തിറങ്ങുമ്പോൾ ഒക്കെ ദിക്റാണ്. എന്തുകൊണ്ട്? ദിക്ർ എന്ന് പറഞ്ഞാൽ അതൊരു പ്രൊട്ടക്ഷനാണ്.
നമ്മളൊരു നാട്ടിലേക്ക് അഡ്വഞ്ചർ ടൂറിസത്തിന്റെ ഭാഗമായി നമ്മളൊരു കൊടുമരത്തിലേക്ക് നമ്മൾ പോകുമ്പോൾ നമ്മൾ കേവലം ഒരു വസ്ത്രം മാത്രം ധരിച്ചു കൊണ്ടുപോകില്ല. ഫോറസ്റ്റിന്റെ വാഹനത്തിൽ കയറി അപകടമേൽക്കാത്ത വാഹനത്തിൽ കയറി സുരക്ഷ ഉറപ്പുവരുത്തിയിട്ടേ നമ്മളൊരു വനത്തിലേക്ക് പോവുകയുള്ളൂ. നമ്മളൊരു ബൈക്കിലൂടെ യാത്ര ചെയ്യുമ്പോൾ ഹെൽമെറ്റ് ധരിച്ചിട്ടേ നമ്മൾ യാത്ര ചെയ്യൂ. അത് സുരക്ഷയ്ക്ക് വേണ്ടിയാണ്, അപകടങ്ങൾ പറ്റാതിരിക്കാനാണ്. നമ്മൾ വനത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ നമുക്ക് എത്രമാത്രം ഭീതിയുണ്ടോ നമ്മുടെ ജീവിതത്തിന്റെ കാര്യത്തിൽ, അതിനേക്കാൾ 1000-അല്ല 10,000-അല്ല 1 കോടി മടങ്ങെങ്കിലും ഭീതി നമുക്കുണ്ടായിരിക്കണം ഈ ഭൂമിയിലേക്ക് നമ്മൾ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ. എന്തുകൊണ്ട്? ഈ പള്ളികളുടെ ഹാളിൽ നമ്മൾ കാണുന്ന പടപ്പുകളേക്കാൾ കൂടുതൽ കാണാത്ത ജീവികളാണ് ഇവിടെ കൂടുതലുള്ളത്. കാണാത്ത ജീവികളാണ് ഇവിടെ കൂടുതലുള്ളത്. അല്ലാഹുവിന്റെ മലക്കുകൾ, ജിന്നുകൾ, പരിശുദ്ധാത്മാക്കൾ, നമ്മൾ കാണാത്ത അനേകം ജീവികൾ, പിശാചുകൾ. ആ പിശാചുകൾ കൊടുമരത്തിൽ പ്രവേശിക്കുന്ന മനുഷ്യരെ അപകടപ്പെടുത്താൻ പതിയിരിക്കുന്ന വന്യമൃഗങ്ങളെക്കാൾ അപകടകാരികളാണ് പിശാചുകൾ. നിങ്ങളുടെ കൈകളിലെ, നിങ്ങളുടെ ശരീരത്തിലെ രക്തം സഞ്ചരിക്കുന്ന ഇടങ്ങളിലൊക്കെ പിശാചുണ്ട് എന്നാണ് നമുക്കറിയാം, നമുക്ക് ഉറപ്പാണ്. എന്നെ സ്വർഗമെന്ന് പറയുന്ന എന്റെ സ്വപ്നത്തിലേക്ക് എന്നെ എത്തിക്കാതെ പറയുന്നത് പിശാചാണെങ്കിൽ ആ പിശാചിന്റെ താവളത്തിലേക്ക് നമ്മൾ ഇറങ്ങുന്ന സമയത്ത് എന്ത് സംരക്ഷണമാണ് നമ്മുടെ കയ്യിലുള്ളത്? ആ സംരക്ഷണമാണ് നിങ്ങൾ ഉറങ്ങുമ്പോഴും ഉണരുമ്പോഴും ഭാര്യയുമായി ബന്ധപ്പെടുന്ന സമയത്ത് വരെ, ആ ആസ്വാദനത്തിന്റെ സമയത്ത് പോലും മനുഷ്യന് ബേജാറുണ്ട്. എന്താണ് ബേജാർ? എന്നിൽ നിന്ന് പുറപ്പെടുന്ന അണ്ടവും എന്റെ ഭാര്യയുടെ ബീജവും തമ്മിൽ കൂടിച്ചേരുന്ന സമയത്ത്, അല്ലെങ്കിൽ അണ്ടവും ബീജവും തമ്മിൽ കൂടിച്ചേർന്ന് ഭ്രൂണമാകുന്ന നേരത്ത്, അതിനെ റൂഹുന്ന നേരത്ത്, അത് കഴിഞ്ഞ് പുറത്തേക്ക് വരുന്ന നേരത്ത് പിശാചിനെ ഒരു കുത്തു കൊടുക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ആ സമയത്ത് മനുഷ്യന് ആസ്വാദനത്തിന്റെ നേരത്തും ഒരു ബേജാറുണ്ട്. ഇതിലുണ്ടാകാൻ പോകുന്ന കുഞ്ഞ് ഞാൻ ആഗ്രഹിക്കുന്ന പോലെ എനിക്ക് സീറാകുന്ന കുഞ്ഞാകില്ലേ? ആരോടാ പറയാ? ദുനിയാവിൽ ആരോടെങ്കിലും പറഞ്ഞാൽ പരിഹരിക്കാൻ പറ്റുന്ന കാര്യമാണോ? ഒരാളോടെ പറയാൻ കഴിയൂ. ആരാണോ റൂഹുന്നത് ആ റബ്ബിനോടല്ലേ പറയാൻ കഴിയൂ? ഭൂമിയിൽ സമാധാനത്തിന്റെ ഉത്തരം ഹൃദയങ്ങൾക്ക് ശാന്തി വേണോ, സമാധാനം വേണോ? ഇതാണ് പരിഹാരം. ഇനി നിങ്ങൾ നോക്കൂ, ഭൗതിക ജീവിതത്തിലെ മനുഷ്യർക്ക് എല്ലാവർക്കും ആവശ്യമുള്ളവർ, മുസ്ലിമീങ്ങൾക്കും എല്ലാവർക്കും ഒരുപോലെ ആവശ്യമുള്ള കാര്യമാണ് ഇവിടെ സാമൂഹികമായിട്ടുള്ള സമാധാനം എന്ന് പറയുന്നത്. ആ സാമൂഹികമായ സമാധാനം സാധ്യമാകാൻ ഇസ്ലാം കൊണ്ട് മാത്രമേ സാധ്യമാവുകയുള്ളൂ. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, നമ്മുടെ നാട്ടിലെ ഏറ്റവും വലിയ സാമൂഹികമായ വിപത്തുകൾ എന്തൊക്കെയാണ്? ആളുകൾക്കിടയിൽ പരസ്പരമുള്ള ഏഷണി, പരദൂഷണം, അതുപോലെ അസൂയ, ചൂഷണം, വഞ്ചന തുടങ്ങിയ കളവുമായി, ഇതൊക്കെയല്ലേ സാമൂഹികമായ അപകടങ്ങൾ? ഈ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഇന്ത്യയിലോ നമ്മുടെ രാജ്യത്തോ നിയമമുണ്ടോ? മറ്റൊരാളുടെ അസൂയ വെക്കുന്നതിന് നിയമമുണ്ടോ? മറ്റൊരാൾക്ക് ഭാര വെച്ചാൽ കോടതിയിൽ കേസാകുന്നതിന് നിയമമുണ്ടോ? ഇല്ലല്ലോ. ഇത് പരിഹരിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ സമൂഹത്തെ പിന്നെ എങ്ങനെയാണ് നന്നാക്കിയെടുക്കുക? എന്നാൽ പരിശുദ്ധ ഇസ്ലാം പറയുന്ന ഉത്തരം നിന്നേക്കാൾ കൂടുതൽ നിന്റെ കൂട്ടുകാരനെ പരിഗണിക്കണം. നീ നിനക്ക് ഇഷ്ടപ്പെടുന്നതിനേക്കാൾ കൂടുതൽ മറ്റുള്ളവർക്ക് കൂടി ഇഷ്ടപ്പെടുന്ന സമയത്തെ മുക്തിയാവുകയുള്ളൂ. ലോകത്തുള്ള 100 മനുഷ്യർ ഇവിടെ ഉണ്ടെങ്കിൽ ആ 100 മനുഷ്യർ ഈ ഒരു വിശ്വാസത്തെ പുലർന്നവരാണെങ്കിൽ, അതിനെ പുറന്നവരാണെങ്കിൽ ലോകത്ത് പിന്നെ അപകടങ്ങൾ ഉണ്ടാകുമോ? ഉണ്ടാകുമോ? മഹാനായ അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ ഭരണകാലത്ത് ഒരു കൊല്ലം മദീനയിലേക്ക് ചെടിച്ച് മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു ഒരു കൊല്ലം കഴിഞ്ഞപ്പോൾ പറഞ്ഞു, ഞാൻ ജോലി ഏറ്റെടുക്കുന്നില്ല. എന്താണ് കാരണം? ഞാൻ ജോലി ഒഴിയാണ്. കാരണം ഒരു കൊല്ലമായി ഒരു കേസ് പോലും ഇവിടെ വന്നിട്ടില്ല. മുസ്ലിമീങ്ങളായി ജീവിച്ചാൽ നോക്കൂ, ഈ ലോകത്ത്, ഈ രാജ്യത്തിന് നമ്മളെക്കാൾ ഒരാൾ മുസ്ലിമായി ജീവിക്കുന്നു എന്നതിനേക്കാൾ മികച്ച ഒരു രാഷ്ട്രീയ പ്രവർത്തനം പോലുമില്ല. ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തിന്റെ ഭരണഘടന വിഭാവനം ചെയ്യുന്ന പ്രധാനമായ സങ്കല്പം എന്താണ്? അത് ക്ഷേമരാഷ്ട്രമാണ്. രാഷ്ട്രം ക്ഷേമമാകാൻ എന്താണ് വേണ്ടത്? ഉപരിപ്ലവമായിട്ടുള്ള പരിഹാരങ്ങളല്ല. രാഷ്ട്രത്തിലെ ഓരോ പൗരന്മാർക്കിടയിലും മൂല്യങ്ങൾ സംരക്ഷിക്കപ്പെടണം. ഓരോ പൗരന്മാർക്കിടയിലും സമാധാനം ഉണ്ടാകണം. എല്ലാവർക്കും ക്ഷേമം ഉണ്ടാകണം. ക്ഷേമമുണ്ടാകണമെങ്കിൽ ചെയ്താൽ മതി. എല്ലാവരും മതബോധമുള്ള മനുഷ്യരാവുക. ഇവിടെ വഞ്ചന ഉണ്ടാകില്ല, കൊലപാതകങ്ങൾ ഉണ്ടാകില്ല. എന്തുകൊണ്ട്? വഞ്ചനയും അതുപോലെ തന്നെ കളവ് പറയലും ഗീബത്തും നമീമത്തും ഒന്നും പറഞ്ഞാൽ ഒരു കുഴപ്പവുമില്ലാത്ത ഒരു ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. പക്ഷെ ഒരു വിശ്വാസിയുടെ ഹൃദയത്തിൽ ഈമാൻ ഉണ്ടെങ്കിൽ മാത്രമേ അവർക്ക് ഇതിൽ നിന്ന് വിട്ടുനിൽക്കാൻ കഴിയൂ. അതുകൊണ്ട് ഗവൺമെന്റിന് പോലും ഏറ്റവും മികച്ച ഉപായമല്ല
പോലീസുകാരെ വിന്യസിക്കലല്ല, നിങ്ങൾ നല്ല മുസ്ലിങ്ങളായി ജീവിക്കൂ എന്ന് പറയില്ല. എല്ലാവരും നല്ല മുസ്ലിങ്ങളായി ജീവിച്ചാൽ, മതബോധമുള്ളവരായി ജീവിച്ചാൽ സാമൂഹികമായ അരാജകത്വങ്ങൾ കുറയും. ഞാൻ പറഞ്ഞതിന്റെ ചുരുക്കം ഇതാണ്. മനുഷ്യന്റെ പ്രാഥമികമായ ബുദ്ധിപരമായ അവന്റെ ചോദ്യത്തിന്റെ ഉത്തരം ഇസ്ലാമാണ്. അവൻ നിരന്തരം തേടിക്കൊണ്ടിരിക്കുന്ന സമാധാനത്തിന്റെ ഉത്തരം ഇസ്ലാമാണ്. അവൻ ജീവിച്ചുകൊണ്ടിരിക്കുന്ന സാമൂഹിക ജീവിതത്തിന്റെ പ്രക്രിയ സത്വരിതമാകണമെങ്കിൽ അവിടെയുള്ള പരിഹാരമുള്ളത് ഇസ്ലാമാണ്. അതുകൊണ്ട് ഒന്നേ നമുക്ക് പറയാനുള്ളൂ, റദീതു ബില്ലാഹി റബ്ബൻ വബിൽ ഇസ്ലാമി ദീനൻ വബിമുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നബിയ്യൻ വറസൂല. ഇത് ഹൃദയത്തിൽ സ്ഥാപിച്ചുകൊണ്ട് അഭിമാനബോധത്തോടെ ഔന്നിത്യബോധത്തോടെ പരിശുദ്ധ ദീനിന്റെ ധ്വജവാഹകരായി, പരിശുദ്ധ ദീനിന്റെ അതിന്റെ വാർത്താക്കളായി ജീവിതം കൊണ്ട് അടയാളപ്പെടുത്താൻ നമുക്ക് സാധ്യമാകണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. മുസ്ലിമീങ്ങൾക്ക് നിരാശ ഉണ്ടാകരുത്, അഭിമാനബോധവും ഔന്നിത്യബോധവും ഉണ്ടാകണം. അൻതുമുൽ അഅ്ലൗന ഇൻ കുൻതും മുഅ്മിനീൻ. ഈമാനുണ്ടോ നിങ്ങളെക്കാൾ ഔന്നിത്യമുള്ളവർ ലോകത്തില്ല എന്ന് പരിശുദ്ധ ഖുർആന്റെ പ്രഖ്യാപനമാണ്. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. നമ്മളിൽ നിന്ന് രോഗികളായ ആളുകൾക്ക് അല്ലാഹു ആജിലായ ശിഫാഇനെ പ്രദാനം ചെയ്യട്ടെ. ഹജ്ജിന് വേണ്ടി പോയ ആളുകൾക്ക് അല്ലാഹു റാഹത്തായ നിലയിൽ അമലുകളൊക്കെ പൂർത്തിയാക്കി തിരിച്ചു വരാൻ തൗഫീഖ് നൽകട്ടെ. നമുക്ക് നമ്മുടെ തലമുറകൾക്കും ആ വിശുദ്ധ ഭൂമികയിലേക്ക് എത്തിച്ചേരാൻ അല്ലാഹു ഉദവിയേകട്ടെ. നമ്മുടെ കുടുംബത്തിലും ബന്ധങ്ങളിൽപ്പെട്ട ധാരാളം ആളുകൾ വിവിധ പ്രയാസങ്ങൾ അനുഭവിക്കുന്നുണ്ട്. അല്ലാഹു അവർക്കൊക്കെ സലാമത്ത് നൽകി അനുഗ്രഹിക്കട്ടെ. പ്രവാസികളായ കൂട്ടുകാർ, സഹോദരങ്ങൾ ഒരു കുടുംബവുമായി ഏർപ്പെട്ടുകൊണ്ട് ജോലിയുടെ ഉത്തരവാദിത്തത്തിൽ അവർ പെരുന്നാൾ ആഘോഷിക്കുകയാണ്. അല്ലാഹു അവർക്ക് സന്തോഷം പ്രദാനം ചെയ്യണം റഹ്മാനേ. അവരുടെ ജോലിയിൽ വറക്കത്ത് നൽകണം റഹ്മാനേ. ഖൈറുകൾ പ്രദാനം ചെയ്യണം റഹ്മാനേ. അവരുടെ കുടുംബങ്ങൾക്ക് സമാധാനം പകരണം റഹ്മാനേ. അല്ലാഹു നമ്മുടെ നാട്ടിൽ ഉദ്ഹയ്യത്ത് കർമ്മത്തിന് വേണ്ടി പങ്കെടുക്കുന്നവർ, അതിന്റെ ഭാഗമാകുന്നവർ, ശാരീരികമായി മറ്റുമൊക്കെ അതിന്റെ ഭാഗമാകുന്നവർ അല്ലാഹുവേ ഖൈറായ പ്രതിഫലം നൽകണം റഹ്മാനേ. ഖൈറായ പ്രതിഫലം നൽകണം റഹ്മാനേ. നാടിന്റെ ഐക്യത്തെ സംരക്ഷിക്കണം റഹ്മാനേ. നിങ്ങളുടെ നാട്ടിൽ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിനെ ശക്തി കൊടുക്കണം റഹ്മാനേ. ദീനിയായ അച്ചടക്കത്തിൽ ജീവിക്കുന്ന തലമുറകൾ വാർത്തെടുക്കണം റഹ്മാനേ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين.